إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് വിശിഷ്യ പരിശുദ്ധ റമളാൻ അതിന്റെ അവസാനത്തോടടുക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകം ഗൗരവത്തിൽ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു അറാബി വന്നു. അയാൾ നബിയോട് ചോദിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, മൻ ഖൈറുൻ നാസ്, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസാണോ ദീർഘിക്കുകയും പ്രവർത്തനങ്ങൾ നന്നാകുകയും ചെയ്യുന്നത്, അവനാണ് ഏറ്റവും മനുഷ്യരിൽ ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് ഒരു വർഷം കൂടി നീട്ടി തന്നിരിക്കുന്നു. ഒരു റമളാനിൽ കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ ഏറെ സാധ്യതകളും സാധുതകളും ഏറ്റവും മനോഹരമായ കാരണങ്ങളും പരിശുദ്ധ റമളാനാകുന്ന വിശിഷ്ടാതിഥിയിലൂടെ അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച് നൽകിയിരിക്കുന്നു. ആകാശ കവാടങ്ങൾ, സ്വർഗ കവാടങ്ങൾ അവൻ തുറന്നിട്ടിരിക്കുന്നു. നരക കവാടങ്ങൾ അവൻ കൊട്ടിയടച്ചിരിക്കുന്നു. മനുഷ്യരെ ദുർബോധനങ്ങളിലേക്ക് നയിക്കുന്ന പിശാചുക്കളെ അവൻ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള നന്മയുടെ വെടിയാളങ്ങൾ ആകാശലോകത്തുയരുന്നു. തിന്മയിൽ നിന്ന് അടങ്ങി നിൽക്കാൻ നമ്മെ താക്കീതോടെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതേ പരിശുദ്ധ റമളാൻ ആയുസ് ദീർഘിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കാനുള്ള സുവർണാവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകാനും ഇനിയും ഒരുപാട് റമളാനുകളിൽ ആയുസ് ദീർഘിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, വഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. പ്രവർത്തനങ്ങളുടെ തുടക്കത്തിലുള്ള ആവേശമോ ആരംഭശൂരത്വമോ അല്ലാഹു പരിഗണിക്കുന്നില്ല. റമളാൻ നമ്മൾ എങ്ങനെ തുടങ്ങി എന്നതിലല്ല കാര്യം, റമളാൻ എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ആദ്യത്തെ 10 ഇല്ലാത്ത വിധം അവസാനത്തെ 10 അവിടുന്ന് കഠിന പരിശ്രമം നടത്തിയിരുന്നു. സൽക്കർമ്മങ്ങളിൽ അവിടുന്ന് മുന്നേറിയിരുന്നു. മസ്ജിദിൽ അവിടുന്ന് അവസാനത്തെ 10 സജീവമാക്കിക്കൊണ്ട് ഇഅ്തികാഫ് അനുഷ്ഠിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശ്രമങ്ങളെപ്പറ്റി നമ്മുടെ ഉമ്മ നമ്മെ കേൾപ്പിച്ചു. വശദ്ദ മിഅ്സറ വഅഹ്യാ ലൈല വൈഖല അഹ്ല, അവിടുന്ന് തന്റെ അരയുടുപ്പ് മുറുക്കിയെടുത്തു. സൽക്കർമ്മങ്ങളിൽ അധ്വാനത്തോടെ ത്യാഗപരിശ്രമത്തോടെ നിരതനാകാൻ
തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അകന്നു നിൽക്കാൻ, അതുപോലെ തന്നെ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നു. രാത്രി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിലെ നമ്മുടെ അവസാനം, റമളാൻ പര്യവസാനിക്കുന്നത് എങ്ങനെയാണ്, റമളാനിലെ നമ്മുടെ പര്യവസാനം എങ്ങനെയാണ് എന്നതിലാണ് കാര്യം. ഒരുപക്ഷെ നമ്മുടെ ആയുസിന്റെ അവസാനമായേക്കാം ഇത്. നമ്മുടെ ജീവിതത്തിന് തിരശ്ശീല കുറിച്ചേക്കാം. ഇനിയൊരു റമളാനിന് അവസരമില്ലാത്ത വിധം ഈ റമളാനോടുകൂടി നമ്മളും ദുനിയാവിനോട് വിട പറഞ്ഞേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പര്യവസാനം നന്നാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉമവി ഖലീഫയായിരുന്ന മഹാനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ മസ്ജിദിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ വയോവൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തെ അരികിൽ വിളിച്ചു. ഭരണാധികാരിയാണ്. ഒരു വയോധികനെ കണ്ടപ്പോൾ അദ്ദേഹം അടുത്തു വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ ശൈഖ് അതുഹിബ്ബുൽ മൗത്ത്, താങ്കൾ മരണത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഖാല ബിമ, അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് താങ്കൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ദഹബ ശബാബു വശറുഹു വജാഅൽ കിബറു വഖൈറുഹു, എന്റെ യുവത്വവും അതിലെ പോരായ്മകളും യുവത്വത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകളും അത് തിരശ്ശീലക്ക്, കാലത്തിന്റെ യവനികക്ക് പിറകിൽ മറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞുപോയി. ഇതാ എന്റെ വാർദ്ധക്യം എന്നോടടുത്തു, എന്റെ നന്മയും അടുത്തു വരുന്നു. വാർദ്ധക്യവും നന്മയും എന്നിലേക്ക് വന്നിരിക്കുന്നു. യുവത്വവും അതിലെ തിന്മയും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഇദാ ഖുംതു ഖുൽതു ബിസ്മില്ലാ, ഇപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയും ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് എഴുന്നേറ്റ് നിന്നു, ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നടന്നു നീങ്ങുന്നു. വഇദാ ഖഅദ്തു ഖുൽതു അൽഹംദുലില്ലാ, ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും അൽഹംദുലില്ലാ. ഫഅന ഉഹിബ്ബു അൻ യബ്ഖാ ലി ഹാദാ, ഈ രൂപത്തിൽ എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ ചലനവും എന്റെ അടക്കവും എന്റെ ഒതുക്കവും അല്ലാഹുവിന്റെ സ്മരണയിൽ, അല്ലാഹുവിനു വേണ്ടി നന്മകൾ അധികരിപ്പിക്കാനുള്ള ധ്വാനത്തിൽ അവസാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നന്മകളിൽ തുടർന്നുകൊണ്ടേയിരിക്കാൻ എന്റെ ആയുസ് ദീർഘിക്കുകയും സൽക്കർമ്മങ്ങൾ അധികരിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സഹോദരങ്ങളെ, നമ്മളും ചിലപ്പോൾ ഈ ചോദ്യം നമ്മോട് ചോദിക്കപ്പെട്ടാൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മുടെ മറുപടി. പക്ഷെ എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുക? എന്തിനു വേണ്ടിയായിരിക്കും നമ്മുടെ ആയുസ് ചുരുങ്ങാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക? ദുനിയാവിൽ നേടാൻ സാധിച്ചതൊന്നും നേടാതെ പോയെങ്കിൽ, കിട്ടാനുള്ള മോഹങ്ങളെല്ലാം, അഭിലാഷങ്ങളെല്ലാം അത് സാർത്ഥകമാക്കാൻ, ഭൗതികമായ നൈമിഷികതയുടെ ഓട്ടപ്പാച്ചിലുകൾക്ക് വേണ്ടി സമയം നീക്കിവെക്കാൻ തികയാതെ പോയ നഷ്ടബോധത്തിന്റെ മുറവിളിയാണ് ഒരുപക്ഷെ നമ്മളെ ആ മറുപടിയിലേക്ക് പ്രേരിപ്പിക്കുക. സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാൻ, ആയുസ് ദീർഘിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാൻ ഇരുത്തവും നടത്തവും കിടത്തവും ചിന്തയും മനോവ്യാപാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പരിശുദ്ധ റമളാൻ നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പോലെ ജീവിതം അവസാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വരികയാണ് ഉപദേശം തേടിക്കൊണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, കം അതത അലൈക്, താങ്കൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 സന, 60 വയസ്സ്, എനിക്ക് 60 വയസ്സ് പ്രായമായി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രായത്തെ മുൻനിർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, فأنت منذ 60 سنة تسير إلى ربك توشك أن تبلغ, ഇതാ 60 വർഷക്കാലമായി താങ്കളുടെ റബ്ബിലേക്കുള്ള സഞ്ചാരത്തിലാണ്, പരലോകത്തേക്കുള്ള യാത്രയിലാണ്. താങ്കളുടെ യാത്ര അവസാനിക്കാറായിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-നും 70-നും ഇടയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതാ 60 വർഷമായിട്ടുള്ള റബ്ബിലേക്കുള്ള താങ്കളുടെ യാത്ര അത് അവസാനിക്കാറായിട്ടുണ്ട്. ആ മനുഷ്യൻ തന്റെ ആയുസിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറഞ്ഞുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് നാം. അദ്ദേഹം ഇസ്തിർജാ ചെയ്തു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉപദേശം ആവർത്തിച്ചു. തഅലം മാ തഖൂൽ, എന്താണ് താങ്കൾ ഈ പറഞ്ഞതെന്ന് താങ്കൾക്കറിയാമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ ആശയമെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഫസ്സിർഹു ലനാ യാ അബാ അലി,
ഓ അബു അലി, ഓ ഫുളൈൽ, താങ്കൾ അതിനെ വിശദീകരിച്ചു തന്നാലും. എന്താണ് അതിന്റെ അർത്ഥം? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഖൗലുക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് താങ്കൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന ലില്ലാഹി അബ്ദുൻ വ അന ഇലല്ലാഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എന്നെ സൃഷ്ടിച്ചതും എനിക്ക് ജീവൻ നൽകിയതും എനിക്ക് ജീവിതം സമ്മാനിച്ചതും ആയുസ് വെച്ച് നീട്ടിയതും എനിക്ക് യുവത്വവും ശക്തിയും കഴിവും സമ്പത്തും ഞാൻ അനുഭവിക്കുന്നതെല്ലാം നൽകിയതും എന്റെ റബ്ബാണ്. അതിന്റെ ഉടമസ്ഥൻ റബ്ബാണ്. ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്. അവൻ എന്റെ ഉടമസ്ഥനാണ്. അവൻ എന്റെ ആരാധ്യനാണ്. വഅന ഇലല്ലാഹി റാജിഊൻ, ഞാൻ ഏതൊരു റബ്ബിൽ നിന്നാണോ വന്നത്, ആരാണോ എന്നെ സൃഷ്ടിച്ചത്, ആ റബ്ബിലേക്ക് തന്നെ ഞാൻ ഒരു നാൾ മടങ്ങിപ്പോകുന്നവനാണ്. മരണം സുനിശ്ചിതമാണ്. മരിച്ചു കഴിഞ്ഞാൽ മരണമില്ലാതെ അവസാനിക്കാത്ത അറ്റമില്ലാത്ത ലോകത്ത്, പരലോകത്ത് ഞാൻ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ്. ഞാൻ അവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം കൂടുതൽ വിശദമായി ആ വാചകം ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന കേൾവിക്കാരെ, നിങ്ങൾ ഉറങ്ങരുത്. ജുമായുടെ സദസ്സ് ഖുതുബ കേൾക്കുക എന്നുള്ള വലിയ കാര്യം. ഉറങ്ങാൻ വേണ്ടി പിന്നിൽ പോയി ചാരിയിരിക്കരുത്. നിങ്ങളാരും ഖുതുബ കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപക്ഷെ നമ്മുടെ ആയുസിൽ അവസാനത്തെ ഉപദേശമായിരിക്കും. ഗൗരവത്തിൽ കേൾക്കണം. ഉറങ്ങാതെ റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ജുമ്മന്റെ സദസ്സിൽ ആരും വന്നിരിക്കരുത്. ക്ഷീണമുണ്ടാകും. ഉറക്കം വരുന്നവർ, ക്ഷീണം ബാധിക്കുന്നവരൊന്ന് പൊടി തട്ടി എണീക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച, അത് റമദാനിൽ അവസാനത്തെ പത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഖുതുബ കേൾക്കാൻ അവസരം നൽകി എന്നുള്ള വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നമ്മൾ തള്ളിക്കളയരുത്. ക്ഷീണമുണ്ടാകും, പ്രയാസമുള്ളവരുണ്ടാകും. ഞാൻ ഉറക്കത്തിൽ നിന്ന് പൊടി തട്ടി എഴുന്നേൽക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ബാറക്കല്ലാഹു ഫീക്കും. സഹോദരങ്ങളെ, അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവനാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഫമൻ അലിമ അന്നഹു അബ്ദുല്ലാഹി വ അന്നഹു ഇലൈഹി റാജിഊൻ, ആരാണോ എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണ്, ഞാൻ അവന്റെ അടിമയാണ്, അവനിലേക്ക് തന്നെ മടങ്ങുന്നവനാണ് ഞാൻ എന്നറിയുന്നവൻ ആരാണോ, ഫല്യഅലം ബി അന്നഹു മൗഖൂഫുൻ, അവൻ അറിയുക ആ റബ്ബിന്റെ മുമ്പിൽ ഒരു നിൽപ്പുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ റബ്ബിന്റെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അവന്റെ വിചാരണ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പിറന്നപടി ഛേലാകർമ്മം പോലും ചെയ്യാതെ നഗ്നപാതുകനായി വിവസ്ത്രനായി നമ്രശിരക്ഷകനായി നീ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. വമൻ അലിമ ബി അന്നഹു മൗഖൂഫുൻ, അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഒരു നിൽപ്പുണ്ട്. അല്ലാഹുവിന്റെ വിചാരണ കേണുകൊണ്ട് നീ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് നീ അറിഞ്ഞാൽ, ഫല്യഅലം ബി അന്നഹു മസ്ഊലുൻ, നീ ചോദ്യം ചെയ്യപ്പെടും, റബ്ബിന്റെ ചോദ്യത്തിന് നീ വിധേയനാകേണ്ടി വരും എന്ന് നീ ഓർക്കുക. അല്ലാഹു നിന്നെ ചോദ്യം ചെയ്യും. എന്തു നീ പഠിച്ചു, എന്തു പ്രവർത്തിച്ചു, എന്തു സമ്പാദിച്ചു, നിന്റെ ആയുഷ് എന്തിൽ തുലച്ചു, പ്രത്യേകിച്ച് നിന്റെ യുവത്വം എന്തിൽ പാഴാക്കി, പ്രത്യേകം ചോദ്യമുണ്ടാകും. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് കാല് ചലിപ്പിക്കാൻ, പാദമനക്കാൻ ഒരാദമിന്റെ സന്തതിക്കും സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അലിമ അന്നഹു മസ്ഊലുൻ, ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ആർ മനസ്സിലാക്കിയോ, ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബൻ, ആ ചോദ്യത്തിന് അവൻ മറുപടി ഒരുക്കിക്കൊള്ളട്ടെ, ആ ചോദ്യത്തിന് അവൻ മറുപടി കണ്ടെത്തട്ടെ. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, ഈ ആയുസ്, പരിശുദ്ധ റമദാൻ റബ്ബിന്റെ മുമ്പിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള അസുലഭമായ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ, ഉത്തരമൊരുക്കാനുള്ള, പരലോകയാത്രക്ക് പാതയമൊരുക്കാനുള്ള ഒരുപക്ഷെ ആയുസിലെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. അതുകൊണ്ട് ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബൻ, റബ്ബിന്റെ മുമ്പിലുള്ള ചോദ്യത്തിന് നീ ഉത്തരം കണ്ടെത്തുക. ഫഖാല റജുൽ, അത് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യബോധത്തിൽ ആ വയോധികനായ 60 വയസ്സ് പിന്നിട്ട മനുഷ്യൻ പറഞ്ഞു, ഫമൽ ഹീല, എങ്കിൽ അബാ അലി, എന്താണ് റബ്ബിന്റെ മുമ്പിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പോംവഴി എന്താണ്, എളുപ്പമാർഗം എന്താണ്? അദ്ദേഹം പറഞ്ഞു, യസീറ, വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ് കാര്യം. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അവസാനമായ ഉപദേശത്തിൽ ആ മനുഷ്യനെ കേൾപ്പിച്ചു, തുഹ്സിൻ ഫീമാ ബഖി യുഗ്ഫർ ലക മാ മദാ വമാ ബഖി, നിന്റെ ശേഷിക്കുന്ന ജീവിതം, ആയുസിലിന് ബാക്കിയുള്ള കാലം നീ നന്നായി ജീവിക്കുക. മൻ ത്വാല ഉമറു ഹസുന അമലു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ജീവിതം കാഴ്ചവെക്കാൻ സാധിച്ചാൽ
യുഗ്ഫറു ലക മാ മള വമാ ബഖി. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകളും ശേഷിക്കുന്ന തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും, നിന്റെ വരാനിരിക്കുന്ന ജീവിതകാലം നീ നന്നാക്കിയാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ മരണം വരെ ഇനി നമുക്ക് ബാക്കിയുള്ള ആയുസ്സിലെ ജീവിതം നന്നാക്കാനുള്ള, വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, സുവർണാവസരമാണ്, അസുലഭാവസരമാണ്. ഒരുപക്ഷെ ഇനി ഒരിക്കൽ തിരിച്ചു വരാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സുവർണാവസരം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ശേഷിക്കുന്ന റമദാനിലെ ദിനരാത്രങ്ങളല്ല, അത് കൈമുതലാക്കി മരണം വരെയുള്ള നമ്മുടെ ആയുസ്, നമ്മൾ ഏതു പ്രായത്തിലാകട്ടെ, ഇത് 60 വയസ്സുകാരനോടാണല്ലോ, എനിക്ക് വാർദ്ധക്യമെത്തിയിട്ടില്ല, നര വന്നിട്ടില്ല, ഞാനിപ്പോഴും യുവത്വത്തിലാണ്, ഞാൻ കുട്ടിയാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞതേയുള്ളൂ, മക്കളുണ്ടായിട്ടില്ല, മക്കളുണ്ടായവർ പേരക്കുട്ടികളായിട്ടില്ല. സഹോദരങ്ങളെ, നാളേക്ക് നീട്ടിവെക്കരുത് നമ്മുടെ പ്രതീക്ഷകൾ. ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കുമെന്ന വ്യാമോഹം നമ്മെ വഞ്ചിച്ചു കളയും, അത് ആഖിറത്തെ മറപ്പിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹത്തിൽ 100 വർഷം ജീവിച്ച ഒരാളുണ്ടാകും, ഒരു നാട്ടിൽ, ഒരു ജില്ലയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 100 വയസ്സിലേറെ ജീവിച്ച ഒരാൾ. അവരെ നോക്കി ബഹുഭൂരിപക്ഷവും വഞ്ചിതരാകുകയാണ്. ഞാനും അയാളെ പോലെ, ഒരാൾ 100 വർഷം ജീവിച്ചെങ്കിൽ അയാളെ നോക്കി അത്ഭുതപ്പെടുകയാണ്, അതുപോലെ ഞാനും ജീവിക്കുമെന്ന്. എന്നാൽ അനേകായിരങ്ങൾ ചെറുപ്പത്തിൽ, യുവത്വത്തിൽ ഒരു രോഗവുമില്ലാതെ, വാർദ്ധക്യം തൊട്ട് തീണ്ടാതെ പെട്ടെന്ന് പൊടുന്നതിന് കുട്ടികൾ, ചെറിയ പിഞ്ചുമക്കൾ, യുവാക്കൾ, അവിവാഹിതർ, ചെറുപ്പക്കാർ, കൗമാരക്കാർ, സ്ത്രീകൾ, യുവാക്കൾ, അവർ പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അധികം മരണവും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല, നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇനി നിന്റെ തീരുമാനം റമദാൻ കഴിഞ്ഞിട്ട് നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും ഇനിയും നന്നാകാൻ സമയമുണ്ടല്ലോ എന്ന ഭാവിയെക്കുറിച്ചുള്ള ദുനിയാവിന്റെ വ്യാമോഹത്തിലുമാണെങ്കിൽ, ശേഷിക്കുന്ന ജീവിതം നീ മോശമാക്കുകയാണെങ്കിൽ, നിന്റെ കഴിഞ്ഞകാല ജീവിതവും വരാനിരിക്കുന്ന ജീവിതം അല്ലാഹു പിടികൂടും. ഇതാണ് അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ഉപായം. ഒരേ ഒരു മാർഗം, ശേഷിക്കുന്ന ജീവിതം നന്നാക്കുക, കഴിഞ്ഞതും വരാനിരിക്കുന്നതും അല്ലാഹു നമുക്ക് പുറത്തു നൽകും. എന്നാൽ ഇനിയും സമയമുണ്ട് എന്ന വിചാരത്തിൽ, ആയുസിന്റെ വ്യാമോഹത്തിൽ തിന്മകളിൽ മടങ്ങാനാണ്, തിന്മകളിലേക്ക് മടങ്ങാനും തിരുത്താൻ മടി കാണിക്കാനുമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അല്ലാഹു നമ്മെ പിടികൂടും. അൽ മൗതു അദ്നാ മിൻ ശിറാകിന അലൈഹി, മരണം നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ നന്മകളിൽ മുഴുകാൻ റമദാനിൽ നമുക്ക് സാധിച്ചുവെങ്കിൽ, റമദാൻ അതിനൊരു അവസരമായി മുതലെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ സന്തോഷിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അഹങ്കരിക്കാതിരിക്കുക, അത്ഭുതപ്പെടാതിരിക്കുക, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. ഇത് മുഅ്മിനീങ്ങളുടെ നിലവാരമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതിൽ മുഴുകാൻ, മുന്നേറാൻ തൗഫീഖ് ലഭിച്ചാൽ പോലും, അതെത്ര പർവ്വത സമാഹാരം പോലെ വാരിക്കൂട്ടാൻ സാധിച്ചാലും, സ്വന്തം കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ അത്ഭുതം കൂറുന്നവരോ വഞ്ചിതരാകുന്നവരോ അല്ല മുഅ്മിനീങ്ങൾ. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞല്ലോ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നൽകേണ്ടതെല്ലാം നൽകുന്നവർ, സമ്പത്തും ശരീരവും സമയവും ആയുസ്സും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിനിയോഗിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ മുഅ്മിനീങ്ങൾ, അവർ സൽക്കർമ്മങ്ങളിൽ മുഴുകുമ്പോഴും വഖുലൂബുഹും വജില, അവർ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുകയായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ചിന്തയിൽ സൽക്കർമ്മങ്ങളിൽ മുഴുകിയിട്ടും പേടിച്ചു വിറക്കുന്നവരായിരിക്കും. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടും അവർ പേടിച്ചു വിറക്കുന്നത് അവരിൽ വ്യഭിചരിക്കുന്നവരും മോഷ്ടിക്കുന്നവരും മദ്യപാനികളും ഉണ്ടായതുകൊണ്ടാണ്? തിന്മകൾ ഒരു വശത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണോ? നന്മകൾ പ്രവർത്തിച്ചിട്ടും അവർ പേടിച്ചു വിറക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, ലാ യാ ബിൻത അബീ ബക്കർ ഔ ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അല്ല, അങ്ങനെയല്ല കാര്യം. വലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖ് വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻ, മറിച്ച് അവർ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തവരാണ്. പക്ഷേ എന്നിട്ടും അവർ പേടിച്ചത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാണ്. അവർ ചെയ്ത നന്മകൾ അല്ലാഹുവിൽ അസ്വീകാര്യമായെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ്. ഇതായിരിക്കണം ഒരു മുഅ്മിന്റെ നിലവാരം. എത്ര നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചാലും അതെത്രയധികം ഉണ്ടാകട്ടെ,
അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ, സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന ചിന്ത നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അത്ഭുതം കൂറാതിരിക്കാൻ, വഞ്ചിതരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, ലയുദ്ഖില അഹദൻ മിൻകും അമലുഹുൽ ജന്ന, ഒരാളുടെയും പ്രവർത്തനങ്ങൾ അതുകൊണ്ട് മാത്രം അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അങ്ങനെ തന്നെയാണ്? താങ്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് താങ്കൾക്ക് പോലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല അന, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലിൻ വറഹ്മത, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗ്ഗത്തിലേക്ക് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും നമുക്ക് അനുകൂലമാകുക എന്നതിലാണ് കാര്യം. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും തോറും, റമളാനിൽ അവസാനത്തിൽ ഇബാദത്തുകൾ അധികരിക്കും തോറും നമ്മൾ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി തേടണം, ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ തൗഫീഖ് അനുകൂലമാകാൻ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളുടെ അവസാനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്തിഗ്ഫാർ നിയമമാക്കിയത്. അള്ളാഹുവിനോട് തെറ്റ് സംഭവിച്ചവൻ പാപക്കറകളിൽ നിന്ന് മോചിതനാകാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് വിരാമം കൊള്ളുന്നത് പോലും. നോക്കൂ നിങ്ങൾ, ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ അവസാനം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ അള്ളാഹു ഖുർആനിലെ ഹജ്ജിന്റെ ആയത്തുകളിലൂടെ പറയുന്നു. അതുപോലെ തന്നെ രാത്രിയുടെ ഒരു ദിവസത്തിന്റെ അവസാനയാമം, രാത്രിയുടെ അവസാനയാമം, ആ സമയത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സഹോദരങ്ങളെ, ഇബാദത്തുകളുടെ അവസാനം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, മാപ്പിരക്കുക. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഞാൻ പ്രത്യേകമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു കൊടുത്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് ചെയ്യണമേ. അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുക, കുറവുകൾ പരിഹരിക്കാൻ അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിന്റെ തൃപ്തി അനുകൂലമാകാൻ അവനോട് മാപ്പ് ചോദിക്കുക എന്നതിനേക്കാൾ റമളാനിന്റെ അവസാനത്തിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ഇബാദത്തില്ല. അതുകൊണ്ട് ദുആ, ഇസ്തിഗ്ഫാർ, തൗബ ഇത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് കേഴുക. ഒപ്പം സൽക്കർമ്മങ്ങളിൽ താൽപര്യപൂർവ്വം, ശരവേഗത്തിൽ, വ്യഗ്രതയോടെ, മാത്സര്യപൂർവ്വം അധികരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നേറുക. ഇതാണ് ഈ അവസാനത്തിൽ റമളാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, റമളാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ സ്ഥാനം പിടിക്കേണ്ടുന്ന നമ്മുടെ ആയുസിന്റെ 2ാമത്തെ ഘട്ടത്തിൽ പണ്ഡിതന്മാർ അൽ ഉംറു സാനി എന്ന് വിശേഷിപ്പിച്ച ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതത്തിന് ശേഷം യഥാർത്ഥ നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന ആയുസിന്റെ 2ാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ചില കർമ്മങ്ങളുണ്ട്, ചില അമലു സാലിഹാത്തുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ റമളാനിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധയിലായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സർവ്വ പ്രവർത്തനങ്ങളും നിലച്ചുപോകും, ഇല്ലാ മിൻ സലാസത്തിൻ, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്നാമതായി അവിടുന്ന് ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ജാരിയായ സ്വദഖ. മരിച്ചു കഴിഞ്ഞാലും തന്റെ ഖബറിലേക്ക് പ്രതിഫലം പ്രവഹിച്ചുകൊണ്ടേയിരിക്കാൻ കാരണമാകുന്ന ജാരിയായ സ്വദഖകൾ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതല്ലെങ്കിൽ ഉപകാരപ്രദമായ ദീനിന്റെ വിജ്ഞാനം, ദീൻ പഠിക്കുകയും അത് പറഞ്ഞുകൊടുക്കുകയും അത് പഠിപ്പിച്ചു നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ, അവർ മരിച്ചു കഴിഞ്ഞാലും അവരെ ഖബറിലേക്ക്
ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നിടത്തോളം, അത് പ്രചരിക്കുന്നിടത്തോളം അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും, നിലക്കാത്ത പ്രവാഹമായി. അങ്ങനെ ഉപകാരപ്രദമായി സ്വായത്തമാക്കുന്ന ദീനിന്റെ വിജ്ഞാനം മരിച്ചു കഴിഞ്ഞാലും നിലക്കാത്ത പ്രതിഫലം ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, വലദിൻ സാലിഹൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. അങ്ങനെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ ഇവിടെ ബാക്കിയാക്കി നമ്മൾ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മക്കൾ അവർ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് വർദ്ധിക്കുവോളും, അത് പ്രവർത്തിക്കുവോളും നമുക്ക് പ്രതിഫലം ലഭിക്കും. നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഈ വാചകത്തെ മുൻനിർത്തി പറയട്ടെ, എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ? റമദാനിൽ പോലും മുസ്ലിം ഉമ്മത്തിന്റെ മക്കളുടെ അവസ്ഥ എന്താണ്? നോമ്പെടുപ്പിക്കുന്ന വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ഒരു മുസ്ലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചേലിലും കോലത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും, എന്തിനേറെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ സാമാന്യം വെച്ച് പുലർത്തേണ്ടുന്ന സലാം പറയുക എന്ന മര്യാദയിൽ, മസ്ജിദിലേക്ക് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചാൽ പാലിക്കേണ്ടുന്ന അടിസ്ഥാന മര്യാദകളുടെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ മക്കളുടെ നിലവാരം എവിടെയാണ്? റമദാനിൽ മക്കളെ ദീനിലേക്ക് അടുപ്പിക്കാൻ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ, ഇബാദത്തിലേക്ക് അടുപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് ആനയിക്കാൻ, പരലോകത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷകളിൽ അവരെ ഒരുമിച്ച് നമ്മോടൊപ്പം ചേർക്കാൻ എത്ര മാതാപിതാക്കൾ, മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കൾ താല്പര്യമെടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാലും നിലക്കാത്ത പ്രതിഫലത്തിന്റെ വാതായനങ്ങൾ നമ്മുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക്, ബർസഖിലേക്ക് തുറന്നിടാൻ കാരണമാകുന്ന സർവ്വ മനുഷ്യർക്കും, മക്കളുള്ള സർവ്വ മനുഷ്യർക്കും, അവൻ പണക്കാരനാകട്ടെ പണിക്കാരനാകട്ടെ, മുതലാളിയാകട്ടെ തൊഴിലാളിയാകട്ടെ, സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, അവന് സാധിക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് സ്വാലിഹായ സന്താനത്തെ ബാക്കിയാക്കി പോകുക, മുസ്ലിമായി ഇസ്ലാമിലായി മക്കളെ വളർത്തുക എന്നുള്ളത്. റമദാൻ അതിനുള്ള മഹത്തായ അവസരമായിരുന്നു. നമ്മുടെ കൂടെ പള്ളിയിൽ നമ്മുടെ മക്കളില്ല, പ്രായപൂർത്തിയായ മക്കളില്ല, മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല, ഒരു ചോദ്യം പോലുമില്ല, ചോദ്യത്തിന്റെ ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിൽ മുളപൊട്ടിയിട്ടില്ല. ഖുർആനുമായി അവർക്ക് ബന്ധം എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് എന്തറിയാം? അവരുടെ റോൾ മോഡലായ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന, അവന്റെ ജീവനേക്കാളേറെ അവൻ സ്നേഹിക്കേണ്ടുന്ന, സർവ്വ മുസ്ലിമീങ്ങളും സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കേണ്ടുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയില്ല. സ്വഹാബത്തിന്റെ പേരുകൾ പോലും അവർക്കറിയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം നിലക്കാതെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന മഹത്തായ സൽക്കർമ്മമാണ് സ്വാലിഹായ സന്താനങ്ങൾ. മക്കളെ സ്വാലിഹായി വളർത്താൻ, സ്വലാഹിയത്തിന്റെ നന്മയുടെ മാധുര്യം നുണയാൻ റമദാനിനേക്കാൾ മഹനീയമായ മറ്റൊരവസരം ഏതാണുള്ളത്? സ്വർഗ കവാടങ്ങൾ തുറന്നിട്ട, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട, മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെട്ട, നന്മയുടെ വിളിയാളങ്ങൾ ഉണ്ടാകുന്ന, തിന്മയിൽ നിന്ന് അടങ്ങി നിൽക്കണോ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീദിന്റെ സ്വരത്തിൽ നമ്മെ കേൾപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ എല്ലാ രാപ്പകലുകളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അവന്റെ അടിമകളിൽ നിന്ന് അസംഖ്യം ജനങ്ങളുണ്ട് എന്ന് അല്ലാഹു നമ്മെ അറിയിച്ച 1000 മാസങ്ങളെക്കാൾ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഒരൊറ്റ രാവ്, ഒരൊറ്റ രാത്രി, ഒരു പുരുഷായുസ് കൊണ്ട് നീ സമ്പാദിക്കുന്നതിനേക്കാൾ ഒരൊറ്റ രാത്രി കൊണ്ട് നിനക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് പറയുന്ന രാവ്, ഖുർആനിന്റെ മാസം, നന്മയുടെ മാസം, സൽക്കർമ്മങ്ങളുടെ മാസം, പാപമോചനത്തിന്റെ മാസം, നരകമോചനത്തിന്റെ മാസം, സ്വർഗപ്രവേശത്തിന്റെ മാസം, മഹനീയമായ മാസം, ആയുസ്സിലെ സുവർണാവസരം. ഈ അവസരം വന്നെത്തിയിട്ടും മക്കളെ നന്മയിലായി വളർത്താൻ ഒരു ചിന്ത പോലും, ഒരു പ്രേരണ പോലും, ഹൃദയത്തിൽ ഒരു ചലനം പോലും നമുക്കില്ലെങ്കിൽ നമ്മുടെ രക്ഷാകർത്തൃത്വത്തിന്റെ ദൗത്യം, എന്ത് പേരന്റിംഗ് ആണ് നമ്മൾ നടത്തിയത്? അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു ചോദിക്കും, നമ്മോട് മറുപടി പറയേണ്ടി വരും. മക്കൾക്ക് എന്തു നൽകി? മാദാ അദ്ദബ്ത, നിന്റെ മകന് നീ എന്തു നൽകി? ഇസ്ലാമിന്റെ എന്തു മേന്മയാണ്, എന്തു പാഠമാണ് നീ നൽകിയത്? ഇതാ പെരുന്നാളിനുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു, നമ്മൾ എടുത്തു കഴിഞ്ഞു, വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. ഏത് വസ്ത്രമാണ് നമ്മൾ അവരെ ഉടുപ്പിക്കുന്നത്? ആരുടെ വസ്ത്രമാണ്? ഇസ്ലാമിന്റെ സംസ്കാരമാണോ? പെൺകുട്ടികളെ ആൺകുട്ടികളെയും തിരിച്ചറിയാൻ വയ്യ, കോലം കൊണ്ട്, വേഷം കൊണ്ട് പോലും. സഹോദരങ്ങളെ, എന്ത് ദീനിന്റെ നന്മയാണ് നമ്മൾ അവരിൽ ബാക്കിയാക്കി ഇവിടെ നിന്ന് വിട പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ ദീനിലുണ്ടാകുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കൾ സ്വലാഹിയത്തിൽ പോയിട്ട് ദീനിന്റെ മേമ്പടിയിൽ ഉണ്ടാകുമോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അമ്പിയാക്കൾ പോലും അമ്പിയാക്കളായവരെ മക്കളെ വിളിച്ചുകൊണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം
യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്ന വേളയിൽ തങ്ങൾ അമ്പിയാക്കളായ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ. നമ്മുടെ മക്കൾ ഇസ്ലാമിലായി മരിക്കുമോ? ഇങ്ങനെ പോയാൽ കാലഘട്ടം അത്ര മലീമസമാണ്, പൈശാചികമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പാണ് റമദാനാകുന്ന അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രവാഹം. ഈ മാസത്തിലെങ്കിലും നമുക്കൊരു മാറ്റമുണ്ടായില്ലെങ്കിൽ സുമ്മമത, പിന്നെ എപ്പോഴാണ്? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ ഈ പ്രധാനപ്പെട്ട സൽക്കർമ്മം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകട്ടെ. വലദുൻ സാലിഹുൻ യദഊല, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും അറിയുന്ന മക്കൾ, നമുക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ തേടാൻ അറിയുന്ന മക്കൾ, നിസ്കാരത്തിലും സർവ്വ ദിവസങ്ങളിലും മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ ഒരല്പസമയം ഞാൻ ദീർഘിച്ചെടുക്കുകയാണ്, ക്ഷമിക്കണം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലം ഖബറാലിയുടെ ഖബറിലേക്ക് എത്തുന്ന 7 കാര്യങ്ങൾ. നമ്മൾ നേരത്തെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഹദീസിൽ അവിടുന്ന് 7 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി മൻ അല്ലമ ഇൽമൻ, നേരത്തെ പറഞ്ഞതുപോലെ ദീനിന്റെ വിജ്ഞാനം അത് പഠിപ്പിച്ചു കൊടുക്കുക. ദീനിന്റെ ആളുകൾക്ക് കേൾക്കണ്ട. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾക്ക് അലർജിയാണ് ദീനിന്റെ സദസ്സിൽ വന്നിരിക്കാൻ. മുള്ളുമ്മ വന്നിരിക്കുന്നത് പോലെയാണ്, കേട്ട് കഴിഞ്ഞാൽ നന്നായി പോകുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദര, ദീൻ കേൾക്കുക, പഠിക്കുക, അറിയുക എന്നതും മാത്രമാണ് നിനക്ക് നന്നാവാനുള്ള ഏറ്റവും വലിയ മാർഗം. അറിവിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നീ എന്തൊക്കെയോ മനസ്സിലാക്കിയ ദീനം വെച്ച് പ്രവർത്തിച്ചാൽ നിന്റെ സാദൃശ്യം സാക്ഷാൽ നസാറാക്കളോടാണ്. അറിഞ്ഞതനുസരിച്ച് നീ പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്റെ സാദൃശ്യം സാക്ഷാൽ ജൂതന്മാരോടാണ്. മുൻഗാമികളുടെ സലഫ് സാലിഹ്യങ്ങളുടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ദിവസവും ഫാത്തിഹയിലൂടെ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം ദീൻ പഠിച്ചു പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ശരിയായ ദീൻ നിന്റെ ബുദ്ധിയും ചിന്തയും അന്വേഷണവും നിന്റെ സാമർത്ഥ്യം കൊണ്ട് നീ പഠിക്കണം. നിന്റെ ആയുസ് അതിനാണോ? അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചു മരിക്കാനാണ്. നിന്റെ ആയുസിലെ പ്രധാനപ്പെട്ട വിഹിതം അതിനുവേണ്ടി നീക്കിവെക്കാൻ നിനക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ വില നീ ഇപ്പൊ തിരിച്ചറിയുകയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൻ അല്ലമ ഇൽമൻ, ദീനിന്റെ വിജ്ഞാനം. റമദാനിൽ ഖുർആനിന്റെ ആയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ മൊഴിമുത്തുകളും ദുആവും ദിക്റുകളും മാലോകർക്ക് പ്രചരിപ്പിക്കുകയും അത് ഷെയർ ചെയ്യുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാറ്റസായി വെക്കേണ്ടുകയും ചെയ്യേണ്ടതിന് പകരം എന്താണ് മുസ്ലിം ഉമ്മത്തിലെ റമദാനിലെ പോലും സ്റ്റാറ്റസിന്റെ അവസ്ഥ? വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഹറാമായ സംഗീതവും തോന്നിവാസങ്ങളും, റമദാനിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ട്രെൻഡിങ് നോമ്പുതുറകളും, അതിന്റെ പിന്നിൽ ബിജിഎമ്മും, ആണും പെണ്ണും കൂടിക്കലർന്നുള്ള സാമ്പാർ പരിവും. ഏത് സംസ്കാരമാണിത്? റമദാനിലെ നന്മകൾ ഷെയർ ചെയ്യുന്നതിന് പകരം തിന്മകളാണ് റമദാനിൽ പോലും മാലോകർക്ക് നമ്മുടെ അടയാളമായി, ചിഹ്നമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരായത്ത് നിങ്ങൾക്കൊന്ന് സ്റ്റാറ്റസ് ഇട്ടൂടെ? അള്ളാന്റെ വചനം, മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഡപ്പാങ്കുത്തു പാട്ടാണ്. റമദാനിന്റെ കച്ചവടം പൊടി പൊടിക്കാൻ അകമ്പടി. അള്ളാഹുവിന്റെ കലാമിന്റെ വചനങ്ങൾ നിങ്ങൾ നിട്ടു നോക്കൂ, ബറക്കത്ത് പെയ്തിറങ്ങും. സുബ്ഹാനല്ലാഹ്. സംഗീതം, മുസ്ലിമീങ്ങൾക്ക് സംഗീതമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സംഗീതം കേട്ട് നന്നായവനെ നിങ്ങൾ പറയൂ. പൈശാചിക ഗീതമാണത്. സംഗീതവും ഖുർആനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിക്കുകയില്ല. മുൻഗാമികളുടെ വാചകമാണത്. സ്വഹാബത്ത് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞ റുഖിയത്തു സിന, വ്യഭിചാരത്തിന്റെ മന്ത്രമാണത്. ശൈത്താന്റെ രാഗവും ഗീതവുമാണത്. പൈശാചികമാണ്. സംഗീതം കൊണ്ട് നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നുവെങ്കിൽ പൈശാചികം, പൈശാചികം, പൈശാചികം. അവന് ഖുർആൻ ഹൃദയത്തിൽ ചലിക്കുകയില്ല, ഖുർആൻ കൊണ്ട് സ്വാധീനമുണ്ടാകുകയില്ല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, ഒരു നദി ഒഴുക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകൾ, നദിയോ പുഴയോ തോടോ, അതിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന രൂപത്തിൽ വെള്ളമൊഴുക്കുക. വാട്ടർ റിസോഴ്സസ്, അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഒരു വാട്ടർ ടാങ്ക് വെക്കുക, ഒരു ജലസ്രോതസ്സിൽ നിന്ന് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ആളുകൾക്ക് വെള്ളം ഉപയോഗപ്പെടുത്താൻ രൂപത്തിൽ നദി ഒഴുക്കുക. അതല്ലെങ്കിൽ പ്രത്യേകമായി പറഞ്ഞു ഒരു കിണർ കുഴിച്ചു കൊടുക്കുക മുസ്ലിമീങ്ങൾക്ക് വെള്ളം ഉപയോഗപ്പെടുത്താൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നിടത്തോളം ഖബറിലേക്ക് അതിന്റെ കൂലി ലഭിക്കും. അതല്ലെങ്കിൽ ഈത്തപ്പന നടുക. ഈത്തപ്പന എന്നത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത് അറബികൾക്ക് സുപരിതമായ ശ്രേഷ്ഠമായ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈത്തപ്പന. അതുപോലെ ജനങ്ങൾക്കും പക്ഷികൾക്കും സർവ്വ പടപ്പുകൾക്കും സൃഷ്ടികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു വൃക്ഷം നടുക. അതിന്റെ തണലും കായ്ക്കനികളും സർവ്വ സൃഷ്ടികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ. സ്വദഖത്തുൻ ജാരിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഔ ബനാ മസ്ജിദൻ,
മസ്ജിദ് പണിയുക. അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ചെറിയൊരു വിഹിതമെങ്കിലും, അത് മസ്ജിദ് പണിയാനല്ലെങ്കിലും മസ്ജിദിലെ ഏതൊരു സംഗതിക്കും, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലാകട്ടെ, ഇവിടുത്തെ വാട്ടർ ബില്ലാകട്ടെ, ഇവിടുത്തെ കാർപ്പറ്റ് ആകട്ടെ, ഇതുമായി ബന്ധപ്പെടുന്ന ഇവിടെ ഈ മസ്ജിദിന് വേണ്ടി പാർക്ക് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന സ്ഥലമാകട്ടെ, നമുക്ക് അതിനുള്ള അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുതുബക്ക് ശേഷം നമ്മൾ പറയും. അതുപോലെ തന്നെ മസ്ജിദിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സൗകര്യമാകട്ടെ, അത് എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം അതിന്റെ പ്രതിഫലം നമ്മൾ മരിച്ചാലും മരിക്കാതെ നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നാണ്. ഔറസ മുസ്ഹഫൻ, അതല്ലെങ്കിൽ മുസ്ഹഫ് അല്ലാഹുവിന്റെ മാർഗത്തിൽ മുസ്ഹഫ് വാങ്ങി മസ്ജിദുകളിലേക്ക് ഖുർആൻ പഠിക്കുന്നവർക്ക്, ഹിഫ്ള് പഠിക്കുന്നവർക്ക് വഖഫ് ചെയ്യുക. അതല്ലെങ്കിൽ ദീനിയായ വിജ്ഞാനങ്ങൾ, അത് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, വിരചിതമായ ഗ്രന്ഥങ്ങൾ, അത് വഖഫ് ചെയ്യുക. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ആവർത്തിച്ചു, തനിക്ക് വേണ്ടി തന്റെ മരണശേഷം പാപമോചനം തേടുന്ന സ്വാലിഹായ സന്താനത്തെ ഉപേക്ഷിച്ചു പോകുക. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെയുള്ള മക്കളാക്കി മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ നന്മകൾക്കുള്ള, പ്രത്യേകിച്ച് സ്വദഖത്തുൻ ജാരിയക്കുള്ള അവസരങ്ങൾ റമദാനിൽ നമ്മൾ പ്രത്യേകം താല്പര്യത്തോടുകൂടി വീണ്ടെടുക്കണം. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, ഇതിന്റെ നഷ്ടബോധം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാകുന്ന ചില രംഗങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മരണം രുചിക്കുന്ന ആദ്യവേളയിൽ നമ്മളിത് മനസ്സിലാക്കും. അള്ളാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ ഖാല റബ്ബിർജിഊൻ, അവൻ പറയും, റബ്ബേ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, ദുനിയാവിലേക്ക് എന്നെ തിരിച്ചു പറഞ്ഞേക്കും. ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ ഒഴിവാക്കിയ, ചെയ്യാൻ അവസരമുണ്ടായിട്ടും ഞാൻ അവഗണിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ റബ്ബേ, എന്നെ മടക്കിക്കൊണ്ട. അള്ളാഹു പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല, മടങ്ങുന്ന പ്രശ്നമില്ല, മടക്കുന്ന പ്രശ്നമില്ല, നിന്റെ വെറും വാക്കായത് അത് പതിക്കും, അത് കേവലം പാഴ്വാക്കായി മാറും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ അവന്റെ മുമ്പിൽ ഒരു മറയുണ്ടാകും. ബർസഖാണത്, ഖബറാണത്. അവിടെ പ്രവർത്തിക്കാനുള്ള അവസരമില്ല. അവിടെ നമ്മൾ തിരിച്ചറിയും മരണത്തിന്റെ ആദ്യ നാളിൽ. രണ്ടാമത്തെ രംഗം, ഖബറിൽ നിന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രംഗം, ഖബറിൽ നിന്ന് നമ്മൾ പുനരുത്ഥാനം സംഭവിച്ച് എഴുന്നേൽക്കുന്ന രംഗം. അല്ലാഹു പറഞ്ഞു, അൻദിരിന്നാസ യൗമ യഅതീഹിമുൽ അദാബ്, ശിക്ഷ വന്നെത്തുന്ന ദിവസത്തെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുക. ഫയഖൂലുൽ ലദീന ളലമു, അന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ തിന്മകൾ പ്രവർത്തിച്ചവർ അവർ പറയും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഞങ്ങളെ കുറഞ്ഞൊരു സമയത്തേക്ക് പിന്തിപ്പിക്കണമേ, കുറച്ചും കൂടി ഞങ്ങൾക്ക് അവസരം തരണമേ. നുജിബ് ദഅവതക്, നിന്റെ വിളിയാളങ്ങൾക്ക്, ഖുർആനിൽ നിന്റെ വിളിയാളങ്ങൾ ഉണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, റമളാനിൽ ഞങ്ങൾ ഓതി തീർത്തിരുന്നു, ഞങ്ങൾ ഉത്തരം ചെയ്തില്ല, ഉത്തരം ചെയ്യാൻ കുറഞ്ഞൊരു സമയം ഞങ്ങൾക്ക് ബാക്കി നൽകണമേ. വനത്തബിഅ റുസുൽ, മുർസലീങ്ങളെ പിൻപറ്റാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റാൻ ഞങ്ങൾക്ക് കുറഞ്ഞൊരു സമയം അവസരം തരണേ. അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ മാ ലക്കും മിൻ സവാൽ, അല്ലാഹു ചോദിക്കുമെന്നാണ്, നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരുന്നില്ലേ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോകൂല, ഇത് തന്നെയാണ് ജീവിതം, പരലോക ജീവിതമില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരുന്നില്ലേ എന്ന് അല്ലാഹു തിരിച്ചു ചോദിക്കുമെന്നാണ്. നഷ്ടബോധത്തിന് വിലയുണ്ടാകുകയില്ല. മൂന്നാമത്തെ രംഗം, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന വിചാരണ രംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ തല കുനിച്ചുകൊണ്ട് അപമാനിതരായി, നിന്ദരായി, ഖേദത്തിലായി, നഷ്ടബോധത്തിലായി അക്രമികൾ നിൽക്കുന്ന രംഗം. അവർ പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇപ്പോഴിതാ നിന്റെ ശിക്ഷ ഞങ്ങൾ നേരിൽ കണ്ടിരിക്കുന്നു, പരലോകവും വിചാരണയും സ്വർഗവും നരകവും ഞങ്ങളിതാ നേരിൽ കാണുന്നു. വസമിഅനാ, ഞങ്ങൾ കേട്ടറിയുന്നു. ഫർജിഅനാ, ഞങ്ങളിന്ന് മടക്കിക്കൊണ്ട. നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ, ഞങ്ങൾ ഇനി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതേ ഉറച്ച വിശ്വാസം നമുക്കില്ല. പരലോകം കണ്ടറിയുന്നത് പോലെ നമ്മൾ കണ്ടറിയുന്നില്ല, കേൾക്കേണ്ടതുപോലെ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ വിചാരണക്ക് നമ്മൾ ഈ ബോധ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദമായി പറയുമെന്നാണ്, ഫലമുണ്ടാകുകയില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഈ ഖേദപ്രകടനത്തിന്റെയും നഷ്ടബോധത്തിന്റെയും പരിതാപ വാക്കുകൾ ഗദ്ഗദമായി ഉയരുന്ന, അല്ല അട്ടഹാസമായി മുറവിളി കൂട്ടപ്പെടുന്ന അവസാന രംഗമുണ്ട്. അതാണ് ഏറ്റവും അവസാനം. അവിടെ പിന്നെ മരണമില്ല. എന്താണത്? നരകമാണത്, കത്തിജ്വലിക്കുന്ന നരകം. അള്ളാഹു പറയുന്നു, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകമാണ് അള്ളാഹുവിനെ ധിക്കരിച്ച തോന്നിവാസികളായ കുഫാറുകൾക്കും അവരെ പോലെയുള്ളവർക്കും ഉള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, അവരവിടെ മരിക്കുകയില്ല. ശിക്ഷ അനുഭവിച്ചിട്ട് മരിച്ചാൽ പിന്നെ അത് അവസാനിക്കുമായിരുന്നു, പക്ഷേ മരിക്കുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ,
അവർക്ക് ശിക്ഷയിൽ നിന്ന് യാതൊരു ഇളവ് ലഭിക്കുകയില്ല. മരിക്കാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കദാലിക നജ്സി കുല്ല കഫൂർ. എല്ലാ അധികാരികളെയും നിഷേധികളെയും നമ്മൾ പ്രതിഫലം നൽകുക ഇങ്ങനെയാണ്. വഹും യസ്തരിഖൂന ഫീഹാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവരവിടെ അലമുറയിട്ടുകൊണ്ടിരിക്കും, നരകാവകാശികൾ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ദുനിയാവിൽ ഞങ്ങൾ പ്രവർത്തിക്കാതെ പോയ നന്മകൾ പ്രവർത്തിക്കാൻ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ റബ്ബേ. ഞങ്ങൾ പ്രവർത്തിക്കാതെ വിട്ടതല്ല ഞങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവാ റബ്ബേ. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅതുൻ നദീർ. അല്ലാഹു തിരിച്ചു ചോദിക്കുമെന്നാണ്. ചിന്തിക്കേണ്ടവന് ചിന്തിക്കാനും ആലോചിക്കേണ്ടവൻ ആലോചിച്ച് പാഠം ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് ആയുസ് വെച്ച് തന്നു നീട്ടിയില്ലേ ഞാൻ? ആയുസ് നിങ്ങൾക്ക് തന്നില്ലയോ ഞാൻ? ചിന്തിച്ചില്ലല്ലോ നിങ്ങൾ? വജാഅകുൻ നദീർ. ഇതുപോലെ താക്കീത് ചെയ്യുന്ന, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിങ്ങൾ അറിയിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്ക്, നരകശിക്ഷയെ തൊട്ട് താക്കീത് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ക്ഷണിച്ച താക്കീതുകാരനും നിങ്ങളിലേക്ക് എത്തിയില്ലേ? ഉപദേശകന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? നിങ്ങൾ എന്തു ചെയ്തു? ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. നിങ്ങൾ അനുഭവിക്കുക, നരകശിക്ഷ അനുഭവിക്കുക. അക്രമികൾക്ക് ഇവിടെ ഒരു സഹായം ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹു അറിയിക്കുമെന്ന്. സഹോദരങ്ങൾ, ഈ നഷ്ടബോധം നമ്മെ അലട്ടാതിരിക്കാൻ, ഈ തീരാനഷ്ടം, അതിന്റെ കൊടും ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ അള്ളാഹു നമുക്ക് അവസരം വെച്ച് നീട്ടിയതാണ്. റമദാൻ അവസാനിച്ചിട്ടില്ല, അവസരം ബാക്കിയുണ്ട്. വീണ്ടെടുക്കാൻ, തിരുത്താൻ, മാറ്റങ്ങൾ ഉണ്ടാകാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. اللهم انا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.